CPIM-ൽ അംഗത്വമെടുത്ത് തവനൂർ മുൻ MLA-യും മുൻ മന്ത്രിയുമായ KT ജലീൽ. ഇനി താനൊരു സഹയാത്രികനല്ല, പാർട്ടിയുടെ ഭാഗം എന്ന് തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ജലീൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതുവരെ പാർട്ടിയുടെ സഹയാത്രികനായാണ് ജലീൽ പ്രവർത്തിച്ചിരുന്നത്. തന്റെ പൊതുജീവിതത്തിൽ വലിയ പിന്തുണയും കരുത്തും നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM എന്ന് ജലീൽ FB കുറിപ്പിലൂടെ പറയും. 2006 മുതൽ പാർട്ടിയുമായി ആത്മബന്ധം നിലനിന്നിരുന്നുവെന്നും ആ ബന്ധം ഒരിക്കലും ദുർബലമായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സഹയാത്രികനായിരിക്കെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിമാരായിരുന്ന പിണറായി വിജയനും MV ഗോവിന്ദനും നയിച്ച സംസ്ഥാന ജാഥകളിൽ അംഗമാക്കിയത് പാർട്ടി തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ തെളിവാണെന്നും അദ്ദേഹം പറയുന്നു. മലപ്പുറം ജില്ലയിൽ നിന്ന് തുടർച്ചയായി 4 തവണ MLA ആയതും 5 വർഷം മന്ത്രിയായി പ്രവർത്തിക്കാൻ അവസരം നൽകിയ പാർട്ടിയോട് എന്നും കടപ്പെട്ടിരിക്കുമെന്നും ജലീൽ പറയുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലെ പരാജയത്തിന് പിന്നാലെ CPM കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും വർഗീയവാദികളും ഫാസിസ്റ്റ് ശക്തികളും ശക്തിപ്പെടുന്ന നിലവിലെ സാഹചര്യത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ദുർബല വിഭാഗങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും സംരക്ഷണം നൽകുന്നതിൽ ഇടതുപക്ഷത്തിന്റെ പങ്ക് നിർണായകമാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ദുർബലമാകുന്നത് സമൂഹത്തിന് ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ജലീൽ പറയുന്നു. പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ CPM ശക്തമായി നിലനിൽക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളും പ്രവർത്തകരും പൊതുജീവിതത്തിൽ ധാർമ്മികതയും മതേതര മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ്. ചില അപവാദങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും തെറ്റുകൾ കണ്ടെത്തുമ്പോൾ അവരെ മാറ്റി നിർത്താൻ മടിക്കാത്ത രാഷ്ട്രീയ സംസ്കാരമാണ് ഇടതുപക്ഷത്തിനുള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മതവിശ്വാസികൾക്ക് CPM അംഗത്വം സ്വീകരിക്കാൻ കഴിയില്ലെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ചില വർഗീയ ശക്തികൾ നടത്തുന്നുണ്ടെന്നും ജലീൽ പറയുന്നു. വിശ്വാസിയും കമ്മ്യൂണിസ്റ്റുകാരനും ഒരേ സമയം ആകാൻ കഴിയുമെന്ന് നിരവധി വ്യക്തികൾ ജീവിതത്തിലൂടെ തെളിയിച്ചിട്ടുണ്ടെന്നും ജലീൽ കൂട്ടിച്ചേർത്തു. തന്റെയും ഭാര്യയുടെയും പാർട്ടി പ്രവേശനം വർഗീയതക്കും മതത്തിന്റെ പേരിലുള്ള ചൂഷണ രാഷ്ട്രീയത്തിനും എതിരായ ഒരു നിലപാടിന്റെ ഭാഗമാണെന്നും ജലീൽ പറയുന്നു. പാർട്ടി പ്രതിസന്ധികൾ നേരിടുന്ന ഘട്ടത്തിൽ അതിനൊപ്പം നിൽക്കുന്നത് സാമൂഹിക ഉത്തരവാദിത്തമാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അംഗത്വം സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകർ, സ്ത്രീകൾ, പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, സർക്കാർ ജീവനക്കാർ, വ്യാപാരികൾ, അധ്യാപകരും വിദ്യാർത്ഥികളും യുവാക്കൾ, പ്രവാസികൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വിശാല കൂട്ടായ്മയാണ് CPM എന്നും ആ കൂട്ടായ്മയുടെ ഭാഗമാകുന്നതിലൂടെ ഒരു വലിയ സാമൂഹിക ദൗത്യത്തിലാണ് താൻ പങ്കുചേരുന്നതെന്നും ജലീൽ പറയും. രാഷ്ട്രീയത്തിൽ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് അധികാരമുള്ള പാർട്ടിയിലേക്ക് കാലുമാറുക എന്നത്, അല്ലെങ്കിൽ സമീപ ഭാവിയിൽ അധികാരം കിട്ടിയേക്കാം എന്ന് കരുതുന്ന പാർട്ടികളിലേക്കുള്ള കൂറുമാറ്റം. കേരളത്തിൽ ഇരു മുന്നണികളുമായി ചാടിക്കളിക്കുന്ന ഒട്ടേറെ പേരെ നമുക്ക് കാണുവാനും കഴിയും. എന്നാൽ ശ്രീ KT ജലീൽ അതിൽ നിന്നും ഏറെ വ്യത്യസ്തനാണ്. 10 കൊല്ലം CPM ഭരിച്ചപ്പോൾ അദ്ദേഹം സഹയാത്രികനായാണ് കൂടെ നിന്നത്. പാർട്ടി 2 വട്ടം അധികാരത്തിൽ വന്നപ്പോൾ അയാൾ പാർട്ടിയിലേക്ക് വന്നിട്ടില്ല. ഇന്നിപ്പോൾ അതേ പാർട്ടി പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ എതിരാളികളുടെ വിമർശനങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങുന്ന ഈ അവസരത്തിൽ അയാൾ പാർട്ടിയിലേക്ക് വരുന്നു. എല്ലാ പാർട്ടി പ്രവർത്തകർക്കും ആവേശവും സന്തോഷവും നൽകുന്ന ഒന്നാണ് ജലീലിന്റെ ഈ പ്രവേശനം. മലപ്പുറം ഇനിയും ചുവക്കും എന്ന് ഉറപ്പു നൽകുന്ന ഒരു നീക്കം കൂടെയാണ് സഖാവ് KT ജലീൽ നടത്തിയിരിക്കുന്നത്.